കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ചമയവിളക്ക് മഹോത്സവം കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്നു. പുരുഷന്മാർ സ്ത്രീവേഷം അണിഞ്ഞ് വിളക്കെടുക്കുന്ന ചമയവിളക്കിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് ഈ വർഷവും എത്തിയത്. വർഷം തോറും മലയാള മാസം മീനം 10-നും 11-നുമാണ് ചമയവിളക്ക് നടക്കുന്നത്. വർഷങ്ങളുടെ പഴക്കമുള്ള കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഈ വ്യത്യസ്തമായ ആചാരം ക്ഷേത്ര ഐതിഹ്യവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നാണ്. സ്ത്രീകൾ പോലും അസൂയയോടെ നോക്കി നിന്ന് പോകുന്ന അംഗലാവണ്യത്തോടു കൂടിയാണ് ദേവീ സന്നിധിയിൽ പുരുഷന്മാർ വിളക്കേന്തുന്നത്. പുരുഷാങ്കനമാരിൽ ഏറെയും സെറ്റും മുണ്ടും പട്ടുസാരിയും കേരള സാരിയും ഒക്കെ ഉടുത്ത് പരമ്പരാഗത വേഷത്തിലെത്തുന്നവരാണ്. മധ്യ തിരുവിതാംകൂറിലെ ദേവീ ക്ഷേത്രങ്ങളിൽ ഉത്സവവേളകളിൽ ഉപയോഗിക്കുന്ന സവിശേഷമായ വിളക്കാണ് ചമയവിളക്ക്. അരയ്ക്കൊപ്പം ഉയരമുള്ള തടിക്കഷ്ണത്തിൽ 5 തിരിയുള്ള വിളക്ക് ഘടിപ്പിച്ചതാണ് ചമയവിളക്ക്. പുലർച്ചെ 2-ഓടെ 2 രാത്രിയും ചമയവിളക്കേന്തിയവർ ക്ഷേത്രം മുതൽ കുഞ്ചാലുംമൂട് വരെ റോഡിന് ഇരുവശവുമായി അണിനിരക്കും. വെളിച്ചപ്പാടിന്റെ അകമ്പടിയിൽ എഴുന്നള്ളത്ത് കുഞ്ചാലുംമൂട്ടിലെത്തി അവിടെ വെച്ച് ഉറഞ്ഞുതുള്ളും. വിളക്ക് കണ്ട് ആറാട്ട് കഴിഞ്ഞ ശേഷം അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് പുലർച്ചെ 5:30-ഓടെ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ ആറാട്ട് നടത്തി കുരുത്തോലയും കമുകും വാഴപ്പോളയും കൊണ്ട് ക്ഷേത്ര മാതൃകയിൽ നിർമ്മിച്ച പന്തലിൽ ദേവി വിശ്രമിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ചവറ, പുതുക്കാട്, കുളങ്ങര ഭാഗം, കോട്ടയ്ക്കകം എന്നീ 4 കരകളുടെ നേതൃത്വത്തിലാണ് ഉത്സവം നടക്കുന്നത്. ക്ഷേത്രത്തിൽ എടുപ്പ് കുതിരകളുടെയും വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും വണ്ടിക്കുതിരകളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും വർണ്ണാഭമായ കാഴ്ചകൾ ഉത്സവത്തെ മറ്റൊരു രസാനുഭൂതിയിലേക്ക് എത്തിച്ചു. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കൂടി പറയാം. കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം ഇപ്പോൾ നിലനിൽക്കുന്നിടത്ത് ആദ്യം കൊടും കാടായിരുന്നു. ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഭൂതക്കുളം എന്ന പേരുള്ള ഒരു ചെറിയ കുളം ഉണ്ടായിരുന്നു. മഴക്കാലമാകുമ്പോൾ കുളം നിറഞ്ഞു കവിഞ്ഞ് അടുത്തുള്ള പാടത്തേക്ക് ഒഴുകാൻ തുടങ്ങും. വെള്ളവും പുല്ലും നിറഞ്ഞ ഈ പ്രദേശത്ത് സമീപവാസികളായ കുട്ടികൾ കാലികളെ മേയ്ക്കാനായി വരുമായിരുന്നു. ഒരു ദിവസം ആ പ്രദേശത്ത് നിന്നും കുട്ടികൾക്കൊരു നാളികേരം വീണ് കിട്ടുകയും അടുത്തുള്ള ഒരു കല്ലിന്റെ മുകളിൽ വെച്ച് അത് കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയം ലോഹകഷ്ണം കല്ലിൽ തട്ടിയപ്പോൾ അതിൽ നിന്ന് നിണം വാർന്നു വന്നു. ഇത് കണ്ട കുട്ടികൾ വീട്ടുകാരോട് കാര്യം പറഞ്ഞു. എല്ലാവരും അത് കാണാനായി എത്തി. പിന്നീട് പ്രമാണിയുടെ നേതൃത്വത്തിൽ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആ കല്ലിൽ സാത്വിക ഭാവത്തിലുള്ള വനദുർഗ കുടികൊള്ളുന്നതായി കണ്ടെത്തി. ദേവീ സാന്നിധ്യം കണ്ട ചിലയ്ക്ക് ചുറ്റും കുരുത്തോല പന്തൽ കെട്ടി വിളക്ക് വെക്കുകയും ചെയ്തു. പിന്നീട് ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന്റെ പേര് കൊറ്റൻകുളങ്ങര എന്നറിയപ്പെടാൻ തുടങ്ങി. ക്ഷേത്ര മേൽക്കൂരയായി വായുമണ്ഡലം സങ്കല്പിക്കണമെന്നും മേൽക്കൂര നിർമ്മിക്കരുതെന്നും ദേവപ്രശ്നവിധി ഉണ്ടായിരുന്നതിനാൽ ഇവിടുത്തെ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല. ആദ്യകാലത്ത് ഉഗ്രരൂപിണിയായ ദേവിയുടെ മുന്നിൽ പോകാൻ സ്ത്രീകൾക്ക് ഭയമായിരുന്നതിനാൽ ആൺകുട്ടികളും പുരുഷന്മാരുമായിരുന്നു പെൺവേഷത്തിൽ വിളക്കെടുത്തിരുന്നത്. അത് ക്രമേണ അഭീഷ്ടവരദായകമായ ആചാരമായി മാറി. അന്ന് മുതൽ നാളികേരം ഇടിഞ്ഞു പിഴിഞ്ഞെടുത്ത കൊറ്റൻ ദേവിക്ക് നിവേദ്യമായി നൽകി തുടങ്ങി. ദേവി ചൈതന്യം കണ്ടെത്തിയ ശിലയ്ക്ക് ചുറ്റും ബാലന്മാർ കുരുത്തോല കൊണ്ട് അമ്പലം കെട്ടിയതിന്റെ സ്മരണയ്ക്കാണ് ഇന്നും കുരുത്തോല പന്തൽ കെട്ടുന്നത്. ദുർഗാദേവിയെ കൂടാതെ ശിവൻ, ഗണപതി, ധർമ്മശാസ്താവ്, യക്ഷിയമ്മ, മാടൻ, നാഗരാജാവ് എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ. കൊറ്റൻ നിവേദ്യമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. അഭീഷ്ടകാര്യസിദ്ധിക്കായി നിരവധി പുരുഷന്മാരാണ് ഇവിടെ സ്ത്രീവേഷത്തിലെത്തുന്നത്. നാണം കലർന്ന ചിരിയും ശൃംഗാരഭാവവുമായി നെയ്ത്തിരി വിളക്കിന്റെ പ്രഭയിൽ അതിസുന്ദരികളായ പുരുഷ കേസരികൾ അമ്പലപ്പറമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്നെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. ആന പെണ്ണായി മാറുന്ന ഉത്സവ കാഴ്ച കാണാൻ ധാരാളം സഞ്ചാരികളും വിദേശികളും ഇവിടെ എത്താറുണ്ട്. ഇനി അടുത്ത വർഷത്തെ ചമയവിളക്കിനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ. You are watching India's first NGO television, Malanadu TV India.